പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വുളു എടുത്തു വരുന്ന ആളുകൾ ഒരു കാല് ചവിട്ടുമ്പോ ഒരു കുറ്റമങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. വൽ ഉഖ്റാ തർഫഉ ദറജ, മറ്റൊരു കാൽവെപ്പിലൂടെ ഒരു അടി അല്ലാഹു ഉയർത്തി കൊടുക്കുന്നു. ഇത് പള്ളിയിലേക്ക് വരുന്നതിന്റെ കൂലിയാണ്. അല്ലാഹു തആല പറയും, അബ്ദീ സാറനി, എന്റെ അടിമ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. വഅലയ്യ ഖിറാഹ്, അവന് കൊടുക്കേണ്ട ഭക്ഷണം എന്റെ ബാധ്യതയാണ്. വലൻ യർളല്ലാഹു തആല ലിവലിയിഹി ബിഖിറൻ ദൂനൽ ജന്നഹ്, സ്വർഗ്ഗത്തിലും കുറഞ്ഞ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആതിഥേയത്വം അല്ലാഹു അവന്റെ അതിഥികൾക്ക് കൊടുക്കൂല. പള്ളിയിലേക്ക് പോകുമ്പോ അങ്ങനെ കൂലി കിട്ടുന്നുണ്ട്. നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് മാത്രം വിചാരിച്ചിടങ്ങാറാവരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടി ദുആരക്ക് ഇതൊക്കെ സ്വീകരിച്ചു കിട്ടിയാൽ നമ്മൾ അറിയാതെ വലിയ വലിയ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇഖ്ലാസും നമ്മുടെ ഒരു മനസ്സാന്നിധ്യം കൂടെ ഉണ്ടായാൽ സംഗതി വണ്ടർഫുൾ. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഉലമാ ഒരു ഹദീസ് കൂടെ പറയാൻ, സുബ്ഹാനല്ലാഹ്, കുല്ലി കമാ ഉരീദ് അകുല്ലക കമാ തുരീദ്. പള്ളിക്ക് വന്നാൽ അല്ലാഹു തആല സ്വർഗ്ഗം എന്ന ഒരു ആതിഥേയത്വമാണ് നൽകുന്നത്. അല്ലാഹു തആല പറയാണ്, ഇത് നവാദിറുൽ ഉസൂലിൽ തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹു പറയാ, കുല്ലി കമാ ഉരീദ്, ഞാൻ എങ്ങനെയാണോ നീ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നീ ആവ്. സുബ്ഹാനല്ലാഹ്, അകുല്ലക കമാ തുരീദ്, നീ എന്നെ പറ്റി എങ്ങനെ ആവണം എന്നാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിത്തരാം. എങ്ങനെ? ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യേ, അപ്പോ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തരാം. അല്ലാഹു തആല പറയാണ്, യാ അല്ലാഹ് വലാ തുഅലിനി ബിമാ യുസ്ലിഹുക, നിനക്ക് ഏതാണ് ആവശ്യമെന്ന് നീ എന്നോട് തെളിയിച്ചു പറയണ്ട. പടച്ചോനെ, ഇതെനിക്ക് ഖൈറാണ്, ഇതെനിക്ക് സ്വാലിഹാണെന്ന് തോന്നുന്നു, ഇതെനിക്ക് നന്മയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് സാധിപ്പിച്ചുതാ എന്ന് നീ എന്നോട് പറയണ്ട. അൻത തുരീദു വ അന ഉരീദ്, നിനക്ക് ചില തീരുമാനം ആഗ്രഹമുണ്ട്, എനിക്കും ചില ആഗ്രഹവും തീരുമാനമുണ്ട്. ഫഇദാ സല്ലംത ലീ ഫീമാ തുരീദ് കഫൈതുക മാ തുരീദ്, നിന്റെ ആവശ്യം എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്ക്, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ വുളൂ ചെയ്ത് വന്നാൽ തരാന്ന് പറഞ്ഞ കൂലിയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റു വിഷയങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരും. ഉലമാ പറയാണ്, പള്ളികൾ എന്ന് പറഞ്ഞത് മജാലിസുൽ കിറാം, ബഹുമാനികളായ ആളുകൾ ഇരിക്കുന്ന മജ്ലിസാണ്. ചില സ്വഹാബികളൊക്കെ വസിയത്ത് ചെയ്യാറുണ്ട്, അലൈക ബിൽ മസാജിദി ഫൽസംഹാ, പള്ളിയിൽ പോയിട്ട് ഇരിക്കി, ഒരുപാട് നേരം അവിടെ ചെലവഴിക്ക്. ഫഇന്നഹു ഖദ് ബലഗനി അന്നഹാ കാനത് മജാലിസുൽ അംബിയാ, അത് അംബിയാഇന്റെ മജ്ലിസുകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് സ്വഹാബത്ത് അവരുടെ മക്കളോട് പറയും. അല്ലാഹ്, ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, കൂനൂ ഫിദ് ദുനിയ അദ്യാഫ, ദുനിയാവിൽ നിങ്ങൾ ലൈഫുകളാണ്, ഗസ്റ്റുകളാണ്, നമ്മളൊക്കെ ഗസ്റ്റാണ്. വത്തഖിദിൽ മസാജിദ ബുയൂത, പള്ളികൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കുക. വഅവ്വിദു ഖുലൂബക്കും അർറിഖ, ഹൃദയത്തിൽ എപ്പോഴും ലോലത, ഹൃദയത്തിൽ നൈർമല്യം, എപ്പോഴും ഹൃദയം ലോലമാണ്, കഠിനമല്ല. ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ദേഷ്യമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. വഅക്സിറു തഫക്കുറ വദ്ബുകാ, ധാരാളം ചിന്തിക്കുകയും കുറെ നേരം കരയുകയും ചെയ്യണം. നമ്മൾ കരയുന്നില്ല, ചിരിക്കാനാണ് മനുഷ്യന്മാരിയ്ക്കുന്നത്. കരയണത് സീരിയലിലെ നടന്മാർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവരാരാ കരയുന്നത്? നമ്മൾ കരയുന്നുണ്ടോ? അക്സിറുൽ ബുഖാ, കരച്ചിൽ സത്യത്തിൽ ഇറ്റ്സ് ആൻ ക്ലീൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാണെന്നാ കരയുന്നതോ. എന്തിനു കരയണം? ദുനിയാവിന്റെ ഒരു വിഷയത്തിനല്ല, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്താ നമ്മുടെ അവസ്ഥ, എന്താ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അവസ്ഥ, എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ. ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് എന്ത് നന്മയാ നമ്മൾ ഉണ്ടാക്കിയത്. 24 മണിക്കൂർ ഇതാ ഇന്നലത്തെ ഈ സമയമാകുമ്പോ ഈ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ദുനിയാവുക്ക് എന്ത് ചെയ്തത്, ആഖിറത്തിലേക്ക് ഏതാണ് കൂടുതൽ ചെയ്തത്. പള്ളി സന്ദർശിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ലോലത ഉണ്ടാവണം എന്നാണ് അതിന്റെ അർത്ഥം.